blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച് ഈ ബ്ലെസ്സിങ് ടുഡേയുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ചേർന്ന് തിരുവനന്തപുരത്തുള്ള ആൻസി എബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരിയുടെ വെഡിങ് ആനിവേഴ്സറി ഇന്നാണല്ലോ. ഞങ്ങൾ ചേർന്ന് ആ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. മക്കൾ ആരനും അലനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ, നല്ല ആരോഗ്യം നൽകണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോളിയോരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരൻ്റെ ബർത്ത്ഡേ മെയ് 17 ആയിരുന്നല്ലോ. ഞങ്ങൾ ചേർന്ന് കർത്താവെ തന്നെ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, തനിക്ക് ഷുഗർ മൂലം കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നത്, ഇടയ്ക്ക് കണ്ണിൽ നിന്ന് ബ്ലഡ് വരുന്നത്, ആ രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കോട്ടയത്തു നിന്നുള്ള ജേക്കബ് ജോണിനും എലിസബത്ത് ജോണിനുമായി പ്രാർത്ഥിക്കുന്നു. എലിസബത്തിൻ്റെ ഭർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകണമേ. തൻ്റെ ക്യാരക്ടറിൽ വലിയൊരു മാറ്റം ഉണ്ടാകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പാറശാലയിൽ നിന്നുള്ള റെജി ടിപി എന്ന സഹോദരിക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് നല്ല ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റൂമാറ്റിക് ആർത്രൈറ്റിസിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കായംകുളം ജൂൺ 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. GDM ഓഡിറ്റോറിയം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, NH47 കായംകുളം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര ജൂൺ 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. നിന്റെ സന്നിധിയെ ഞാൻ വരുന്നു. Yes, Father. വല്ലഭ ഏകു രക്ഷ. വല്ലഭ ഏകു രക്ഷയേ. മണ്ണിൽ താണു വന്നവനെ, മണ്ണിൽ താണു വന്നവനെ, എനിക്കായിട്ടല്ലയോ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്, എനിക്കായിട്ടല്ലയോ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. യേശുവേ
രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമാ വല്ലഭ രക്ഷയേ എന്റെ പാപഭാരവുമാ വല്ലഭ രക്ഷയേ എന്റെ പാപഭാരവുമാ വല്ലഭ രക്ഷയേ. Many years back we were having an Israel tour. ഒരു ഇസ്രായേൽ ടൂർ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടത്തിയപ്പോൾ We started visiting the places where Jesus led one after the other, read the Bible, meditated, sang songs, and we were in the evening we were having a meeting in the auditorium of a hotel. ഞങ്ങൾ അങ്ങനെ ഒത്തിരി യേശു നടന്ന സ്ഥലങ്ങളിൽ, യേശു സഞ്ചരിച്ച സ്ഥലങ്ങളിലൂടെ അവരിലൂടെ നടന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകിട്ട് ഒരു ഹോട്ടലിൽ, ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ അവിടെ ഒരു മീറ്റിംഗ് നടത്തുകയായിരുന്നു. There was a man in the group who was around 6 feet tall, so huge a man, and he was a non-Christian. He never knew Jesus, but he was also in the team. അവിടെ ഒരു 6 അടി പൊക്കമുള്ള വലിയ ഒത്ത തടിയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം യേശുവിനെ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഞങ്ങളോടൊപ്പം ടീമിലുണ്ടായിരുന്നു. But that evening as I was talking, he was sitting in the audience. അന്ന് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഇരിക്കുകയായിരുന്നു. He started crying like a baby very loud. അദ്ദേഹം ഒരു കൊച്ചുകുട്ടി കരയുന്നത് പോലെ വളരെ ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി. He was not ashamed to cry. അദ്ദേഹം മറ്റുള്ള മുമ്പിൽ കരയുവാൻ അദ്ദേഹത്തിന് നാണം തോന്നിയില്ല. Because he was a very hard-hearted man. അദ്ദേഹം വളരെ കട്ടിയുള്ള ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു. But that night nobody talked to him, but in the presence of God he was crying and crying and crying. അന്ന് രാത്രി ആരും അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിച്ചില്ല. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ അദ്ദേഹം ഒത്തിരി ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. After the meeting I approached him and I asked him, dear uncle, what happened to you during the meeting? Did something painful happen to you? ആ മീറ്റിങ്ങിന് ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഞാൻ ചോദിച്ചു, എന്താണ് അങ്കിളെ സംഭവിച്ചത്? എന്തെങ്കിലും വേദനാജനകമായ സാഹചര്യം അങ്ങേക്കുണ്ടായോ? Do you have any sorrow or did you remember any past hurt or anything? Why did you cry? അന്ന് പണ്ട് ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടായ ദുഃഖകരമായ അനുഭവങ്ങളോ അങ്ങനെയുള്ള പ്രയാസങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവിച്ചു, എന്തുകൊണ്ടാണ് അന്നേരം കരഞ്ഞത് ഞാൻ ചോദിച്ചു. Then he told me something that really surprised me. അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു, അതെന്നെ വളരെയധികം സ്പർശിച്ചു. He was not even from a Christian background. അദ്ദേഹം ഒരു ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും കൂടെയുള്ളതല്ല. He said when the meeting was going on, such a great presence of God came into his life. ഈ മീറ്റിംഗ് നടന്നിരുന്ന സമയത്ത് വലിയൊരു ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. He said he remembered how Jesus suffered for him on the cross of Calvary. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർക്കുകയായിരുന്നു എങ്ങനെയാണ് യേശു കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കഷ്ടതകൾ അനുഭവിച്ചത്. And he said when I thought how much Jesus suffered for me, I started to cry like a baby. യേശു കർത്താവ് എനിക്ക് വേണ്ടി എത്രയൊക്കെ കഷ്ടങ്ങളാണ് സഹിച്ചത്, അത് ഓർത്തപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ ഞാൻ കരയുവാൻ തുടങ്ങി. I understood one thing that night. അന്ന് രാത്രി എനിക്കൊരു കാര്യം മനസ്സിലായി. God can transform any heart. ഏത് ഹൃദയത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ യേശു കർത്താവിന് കഴിയുന്നതാണ്. Hallelujah. Hallelujah. What the Bible says is true. ദൈവത്തിന്റെ വചനം പറയുന്നത് അത് വളരെ സത്യമാണ്. In the fraction of a second he can take away the stony heart, hard heart, and he can implant a very soft melting heart inside us. വളരെ പെട്ടെന്ന് തന്നെ യേശു കർത്താവിന് എത്ര കട്ടിയുള്ള ഹൃദയത്തെയും വളരെ ലഘുവായ മൃദുവായ ഹൃദയമാക്കി ഈ പരിശുദ്ധാത്മാവിന് മാറ്റുവാൻ കഴിയുന്നതാണ്. Every change happens from inside out.
എല്ലാ മാറ്റങ്ങളും നടക്കുന്നത് ഉള്ളിൽ നിന്ന് അത് പുറത്തേക്കാണ്. No change can happen from outside in. ഒരു മാറ്റങ്ങളും പുറത്തു നിന്ന് അകത്തേക്ക് വന്ന് ഒരു മാറ്റവും നടക്കുന്നതല്ല. Brother, sister, if you are praying for a change in your life, സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. maybe you are praying, Lord, I want a new house. I want a change of my house. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് എന്റെ വീട് മാറണം, എനിക്കൊരു പുതിയ വീട് വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. Maybe you are praying for a change of job. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഒരു നല്ല ജോലിക്ക് വേണ്ടി, ആ ജോലി മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കാം. Maybe you are changing for a transfer. You want to change your workplace. നിങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയായിരിക്കും. നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയായിരിക്കും. Do you know a secret? നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? Changing your job, changing your house, changing your life partner, nothing will change you. നിങ്ങളുടെ ജോലി മാറിയാലും, നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാറിയാലും, നിങ്ങളുടെ വീട് മാറിയാലും അതൊന്നും നിങ്ങളെ മാറ്റുകയില്ല. But if you want a change in your life, the change should happen from inside out. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാറ്റം ആവശ്യമാണെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത്, നിങ്ങളുടെ ഉള്ളിൽ ആ മാറ്റം ആരംഭിച്ച് അത് പുറത്തേക്ക് ആ മാറ്റം വരുന്നതാണ്. Hallelujah. Hallelujah. No human being can enter your inside and change. Only the Holy Spirit can enter and penetrate into your emotions, into your memories, into your soul and spirit and change you. ഒരു മനുഷ്യനും നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു എന്ന് അവിടെ മാറ്റം വരുത്തുവാൻ കഴിയുന്നതല്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ വികാരങ്ങളിലേക്ക്, നിങ്ങളുടെ ആത്മാവിന്റെ അകത്തേക്ക് കടന്നു ചെന്ന് അവിടെ ഒരു വലിയ മാറ്റം വരുത്തുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. I want to preach it again. Only the Holy Spirit can change your heart. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പ്രസംഗിക്കട്ടെ, പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. Hallelujah. Hallelujah. Jesus said, I am going back to my Father. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകുകയാണ്. After I have gone, I will send another person to you. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയെ ഞാൻ അയച്ചു തരാൻ പോവുകയാണ്. That another person is the Comforter, Holy Spirit. ആ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. He will be with you forever and ever. ആ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പം എന്നും എന്നേക്കും നിങ്ങളോടൊപ്പം വസിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Praise God. ദൈവത്തെ സ്തുതിച്ചാലും. Hallelujah. Hallelujah. Romans chapter 8 and verse number 9 says, റോമർക്കെഴുതിയ 8-9 വാക്യം പറയുന്നു, if you don't have the Spirit of God, you are none of Christ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവനല്ല. Hallelujah. Hallelujah. And the Bible says the Father gives the Holy Spirit as a gift, not as a thing to be purchased, as a free gift to anyone who asks Him. ദൈവം പിന്നെയും പറയുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ്, ഒരു സമ്മാനമായിട്ടാണ്. ഒരിക്കലും എവിടെന്നെങ്കിലും മേടിച്ചെടുക്കാൻ, പൈസ കൊടുത്ത് മേടിച്ചെടുക്കാൻ പോലെ അല്ല ദൈവം നമുക്ക് നൽകുന്നത്, സമ്മാനമായിട്ട്, സൗജന്യമായിട്ടാണ്. I request all of you to open your eyes and look at me. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് എന്നെ നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. Both of your eyes wide open, look at me. നിങ്ങളുടെ കണ്ണുകൾ അത് വളരെ വലുതായി തുറന്ന് എന്നെ നോക്കിയാലും. If you want a healing, it is so simple. Jesus will give you. നിങ്ങൾക്കൊരു രോഗസൗഖ്യം ആവശ്യമാണോ? അത് വളരെ ലളിതമാണ്, യേശു കർത്താവിന് നിങ്ങൾക്ക് നൽകുവാൻ കഴിയും. If you want a miracle, so simple. Jesus will give you. നിങ്ങൾക്ക് ഒരു അത്ഭുതം ആവശ്യമാണെങ്കിൽ വളരെ ലളിതമാണ്, യേശുവിന് അത് നൽകുവാൻ കഴിയുന്നതാണ്. The greater miracle is the miracle that happens inside the heart. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതമാണ്. With your old heart, with your hard heart, you can never enter the heavenly kingdom. നിങ്ങളുടെ പഴയ ഹൃദയമായി, നിങ്ങളുടെ കട്ടിയുള്ള പഴയ ഹൃദയമായി ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതല്ല. Say it again. നിങ്ങളുടെ കട്ടിയുള്ള, നിങ്ങളുടെ കഠിനമായ പഴയ ഹൃദയമായി നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതല്ല. When you try to enter the kingdom of God, He is not looking whether you have all hands, all fingers, whether you are short or big or fair. God is looking into your heart.
നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പൊക്കമോ വണ്ണമോ നീളമോ കയ്യോ കാലോ അതൊന്നുമല്ല ദൈവം നോക്കുന്നത്. ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. Look here, please. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാലും You can enter the kingdom without money. നിങ്ങൾക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ പണമില്ലാതെ പ്രവേശിക്കാം. Even if you are living in a rented house, you can go to heaven. നിങ്ങൾക്ക് ഒരു വാടക വീട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാൻ കഴിയുന്നതാണ്. I'm 35 years, brother. I am still unmarried, but still you can go to heaven. നിങ്ങൾ 35 വയസ്സുണ്ട്, നിങ്ങളുടെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയുന്നതാണ്. You are married, but you have no children. Still you can go to heaven. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടികൾ ഇല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയുന്നതാണ്. Brother, I don't have even a bicycle, no vehicle at all. Still you can go to heaven. ബ്രദറെ, എനിക്കൊരു വാഹനമില്ല, ഒരു സൈക്കിൾ പോലും എനിക്കില്ല, എങ്കിലും നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയും. Brother, I pray for many times for a healing, but I never receive healing. Still, without healing, you can go to heaven. നിങ്ങൾ പറയാണ്, ബ്രദറെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, എനിക്കൊരു രോഗസൗഖ്യം പോലും ലഭിച്ചില്ല. രോഗസൗഖ്യം ലഭിക്കാതെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയുന്നതാണ്. You don't have the right hand, still with the left hand you can go to heaven. നിങ്ങൾക്ക് വലത് കൈ ഒരു വശം ഉണ്ടായിരിക്കില്ല, ഇടത് കൈ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയും. You are crippled, still you can go to heaven. നിങ്ങളൊരു മുടന്തനാണ്, അങ്ങനെയൊരു വ്യക്തിയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയും. You are blind, still you can go to heaven. നിങ്ങൾ അന്ധനാണ്, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ You കഴിയും. cannot talk, still you can go to heaven. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയും. Hello. But without Jesus you can never go to heaven. എന്നാൽ യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒരിക്കലും സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. ഈ ആൻറ്റിയുടെ പേര് ഉഷ. ഇവരുടെ മകൻ ഒരു കടുത്ത മദ്യപാനിയാണ്. 2014 ഇദ്ദേഹം ഒരിക്കൽ വേറെ ഏതൊരു വീടിൻ്റെ മുകളിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും താഴെ വീണു. ആ വീട്ടിലെ ടെറസിൻ്റെ മുകളിൽ താഴേക്ക് വീണു. രാത്രിയിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല, അത്ര ഓർമ്മയില്ല, അദ്ദേഹത്തിനും ഓർമ്മയില്ല. ഏകദേശം രാത്രിയിൽ ഇത് സംഭവിച്ചിട്ട് പിറ്റേ ദിവസം 10 മണിക്കാണ് ഇതുപോലെ, രാത്രി 11 മണിക്ക് വീണു. പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ് ഇങ്ങനെ ഒരാൾ വീണ് കിടക്കുന്നത്. ആളുകൾ ആരും കണ്ടില്ല. അതിനുശേഷം ഇവർ വളരെ വേഗത്തിൽ ഇവിടുത്തെ ഒരു ടൗണിലെ വളരെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ വളരെ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അതിലും കുറച്ചുകൂടി നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഈ അമ്മ പറയുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവർ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഏകദേശം തൻ്റെ നടുവിന് 2 പൊട്ടലുകൾ സംഭവിച്ചു, വാരിയലിന് 3 പൊട്ടലുകൾ സംഭവിച്ചു. തൻ്റെ തലയോട്ടിയുടെ ഒരു ഭാഗത്ത് രക്തം കട്ട പിടിക്കുകയും മറുഭാഗത്ത് ബ്ലീഡിങ് ഉണ്ടാകുകയും ചെയ്തു. ഇവർ പറഞ്ഞത് ഡോക്ടർ വളരെ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. ഡോക്ടർ ആ കണ്ടീഷൻ കണ്ടപ്പോൾ പറഞ്ഞു ഈ അവസ്ഥയിലുള്ള ആളുകൾ എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയില്ല, അഥവാ രക്ഷപ്പെട്ടാൽ തന്നെ എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയില്ല, ഓർമ്മ തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ്. ഈ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ഇതിനിടയിൽ എപ്പോഴെങ്കിലും കൈയുടെയും കാലിൻ്റെയും ചലനം കുറഞ്ഞു പോയാൽ വളരെ എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഈ അമ്മ പറയണത്, ഈ അമ്മ ഒത്തിരി നാളുകളായിട്ട് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ അമ്മ ഉടനെ തന്നെ ഹോസ്പിറ്റൽ അവിടെ ICUവിൻ്റെ അടുത്ത് ഒരാളെ മാത്രമേ നിർത്തുകയുള്ളൂ, അത്ര സ്ട്രിക്റ്റ് ആണ് അവിടെ. അതുകൊണ്ട് അവിടെ നിന്നിരുന്നത് ഈ ലാലുവിൻ്റെ ഭാര്യ ശ്രീജി ആയിരുന്നു. ഈ അമ്മ ചെയ്തത് നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിലെ നമ്പർ ശ്രീജയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് ഓരോ കാര്യങ്ങൾ അവരെ വിളിച്ചു പറയണം, അവിടെ നിന്ന് അവർ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ICUയുടെ ഉള്ളിൽ നിന്നും പ്രെയർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു പറഞ്ഞു. ഈ അമ്മ പറഞ്ഞത് ഓരോ നിമിഷം ഇവർ പ്രാർത്ഥിക്കും. ഇവർ സ്കാനിങ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ പ്രെയർ കോൾ സെൻറ്ററിൽ ആ മകൾ വിളിച്ചു പറയും, എന്നിട്ട് പറയും സ്കാനിങ് ആണ്, പ്രാർത്ഥിക്കണം. അവിടെയുള്ള പ്രെയർ വാരിയേഴ്സ് പ്രാർത്ഥിക്കും. ഇവർ പറയുന്നത് ഡോക്ടേഴ്സ് വളരെ കോംപ്ലിക്കേഷൻ പറഞ്ഞു. ഏറ്റവും ഒടുവിലായിട്ട് ഡോക്ടർ പറഞ്ഞു ജീവനോടെ കിട്ടാൻ പോലും സാധ്യതയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. സഹോദരി പറയുന്നത് ഓരോ നിമിഷവും പ്രാർത്ഥിക്കാൻ കഴിയുന്നതോടുകൂടി വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. ഈ അമ്മ പറഞ്ഞത് കൃത്യം 8 ദിവസമായപ്പോൾ ഒരു ഓപ്പറേഷനും കൂടാതെ ഈ മകനെ തിരിച്ചു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല.
8 ദിവസത്തിന് ശേഷം വീട് തൊട്ടടുത്തായതുകൊണ്ട് ഡോക്ടേഴ്സ് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അത് മാത്രമല്ല ഈ മകന് ഇടയ്ക്കിടെ തലവേദന വരും. ഡോക്ടേഴ്സ് പറഞ്ഞത് എന്തെങ്കിലും എമർജൻസി ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും. 15 ദിവസം കഴിഞ്ഞപ്പോൾ ആ തലവേദനയും പൂർണ്ണമായിട്ടും മാറി. ഈ അമ്മ പറയുന്നത് കുറച്ച് വളരെ അടുത്ത ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ മകൻ വണ്ടി ഓടിക്കാനൊക്കെ പോകാൻ തുടങ്ങി. ഈ മകൻ്റെ ഓർമ്മയ്ക്ക് മാത്രം ഒരു ചെറിയ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് കുറച്ച് നാളുകൾക്ക് മുൻപ് 2015 അവസാനത്തോടു കൂടി അത് ക്ലിയറായി. പക്ഷേ ഈ ഒരു ആക്സിഡൻറ്റ് നടന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭയങ്കര വേഗത്തിലുള്ള റിക്കവറിയും നടന്നു. ആ മകന് ഡോക്ടേഴ്സിനെയൊക്കെ അത്ഭുതപ്പെടുത്തുമാറ് ഒരു ഭയങ്കര ഒരു സൗഖ്യം ആ മകന് ലഭിച്ചു എന്നാണ് അമ്മ പറയുന്നത്. കൈകൾ രണ്ടും അങ്ങ് ഉയർത്തിക്കൂ. ഈ ലാലു എന്ന മോനെ രക്ഷപ്പെടുത്തിയത് യേശുവുമായുള്ളൊരു ഹോട്ട് ലൈനാണ്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കോൾ സെൻ്ററിൽ വിളിച്ചുകൊണ്ടിരുന്നു. 2 കൈകൾ ഉയർത്താവുന്നിടത്തോളം ഉയർത്തി. കർത്താവെ, ഈ അമ്മയോട് ചേർന്ന് ആ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ നാട്ടിൽ ഇത് കാണുന്നവർ, ഇവിടെ നിൽക്കുന്നവരിലൊക്കെ മദ്യപാനികളോ ബന്ധപ്പെട്ടവരിൽ മദ്യപാനികളോ ഉണ്ടെങ്കിൽ അവർ കൂടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വതന്ത്രമാകട്ടെ. കർത്താവെ, ബന്ധിക്കപ്പെട്ടവരെ, ബദ്ധന്മാരെ സ്വതന്ത്രമാക്കുവാൻ അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നെങ്കിൽ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അനേകർ സ്വതന്ത്രമാകട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കായംകുളം ജൂൺ 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. GDM ഓഡിറ്റോറിയം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, NH47 കായംകുളം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര ജൂൺ 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. വചനം പറയുന്ന ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ കർത്താവ് നാം പ്രാർത്ഥിക്കുന്നതിന് മറുപടി നൽകും. നമ്മൾ 2 പേരല്ല, എത്രയോ ലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ശ്വാസകോശങ്ങൾ ചുരുങ്ങുന്നൊരു രോഗം, ശ്വാസകോശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ അന്നനാളത്തിനും ഇതുപോലെ തന്നെ ഷ്രിങ്കിങ്, ചുരുങ്ങുന്ന രോഗം, യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. ആമാശയത്തിലുള്ള ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രവർത്തിക്കാത്ത കിഡ്നികൾ ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഈ തുടയുടെ അസ്ഥിക്ക് സാരമായ എന്തോ തകരാറുള്ളൊരു വ്യക്തി, നടക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ട്. തുടയല്ല, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. അതുപോലെ സ്കിൻ ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം, സ്കിൻ ക്യാൻസർ. താങ്ക് യു ലോർഡ്. സിവിയറായിട്ടുള്ള മൈഗ്രെയിൻ, തലവേദന ഇപ്പോൾ സൗഖ്യമാകട്ടെ. കണ്ണുകളെ ബാധിച്ചിരിക്കുന്ന ചില രോഗങ്ങൾ, ഗ്ലോക്കോമ തുടങ്ങിയ രോഗങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ യൂറിനിലൂടെ ശരീരത്തിന് വെളിയിലേക്ക് പ്രോട്ടീൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം പൂർണ്ണമായും സൗഖ്യമുണ്ട്. അസ്ഥികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ, അത് ദൃഢമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. അതുപോലെ മൾട്ടിപ്പിൾ സിറോസിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മൾട്ടിപ്പിൾ മൈലോമ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, ശരീരം മുഴുവൻ ദൈവിക വിടുതലുകൾ കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയും. എല്ലാവിധ വാതരോഗങ്ങളും മാറിപ്പോട്ടെ. വളരെ ക്ലിയറായി ഞാൻ കാണുന്നൊരു കാഴ്ച, പുകവലി അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കർത്താവ് നിങ്ങളെ പുറത്തെടുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ പുകവലി ശീലം മാറട്ടെ, മദ്യപാനശീലം മാറട്ടെ, മറ്റുള്ള ലഹരി മരുന്നിൻ്റെ ഉപയോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. എല്ലാവിധ അഡിക്ഷൻസും ഇപ്പോൾ മാറിപ്പോകട്ടെ. അതുമാത്രമല്ല, വേറെ പലവിധ ദുശീലങ്ങൾ, ശരീരത്തിന് കേടുവരുത്തുന്ന സാധനങ്ങൾ അകത്തേക്ക് എടുക്കുന്നത്, ഒരുപക്ഷെ
കല്ലെടുത്ത് തിന്നുക, അല്ലെങ്കിൽ മറ്റുള്ള അതുപോലുള്ള മണ്ണെണ്ണയോ പെട്രോളോ അതൊക്കെ സിപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവിധ, ഞാനിത് പറഞ്ഞത് തന്നെ ആകണമെന്നില്ല, എന്തിനെങ്കിലോടും അഡിക്ഷൻ ഉണ്ടെങ്കിൽ, ഇറ്റ് കുഡ് ബി നെയിൽ പോളിഷ്, എനിത്തിങ്, യേശു കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ഓൾ കൈൻഡ്സ് ഓഫ് അഡിക്ഷൻസ് ഐ ബ്രേക്ക് ദം ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവ് വിടുതൽ കൊടുത്തതിനായി നന്ദി പറയുന്നു. ഈ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, ഞാനിപ്പോൾ പറഞ്ഞ ലിസ്റ്റിലൊന്നും പെടാത്തതാണെങ്കിൽ, സാമ്പത്തിക പ്രശ്നമോ, ദാമ്പത്യ പ്രശ്നമോ, ജോലി സ്ഥലത്തൊരു പ്രശ്നമോ, വീസയുടെ പ്രശ്നമോ, വീട് പണിയുന്ന കാര്യമോ, എന്താണെങ്കിലും സ്ക്രീനിലേക്ക് കൈനീട്ടുക. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ കർത്താവ് അയക്കുന്നതിനാൽ നന്ദി. അതോടൊപ്പം തന്നെ ഇന്നൊരു തീരുമാനമെടുക്കുക. ഇനി അങ്ങോട്ട്, ഈ നിമിഷം മുതൽ അങ്ങോട്ടുള്ള ജീവിതം, എന്നെ സൃഷ്ടിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന, എന്നെ സ്നേഹിച്ച യേശുവിനായി ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പോഴത്തെ ജീവിതത്തിൽ നിന്നും വിശുദ്ധിയുള്ള ദൈവമുള്ളൊരു ജീവിതത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുക. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ അങ്ങനെയുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ആ വിടുതൽ കർത്താവെ നീ കൽപ്പിച്ചതിനായി നന്ദി. അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ ആഴ്ചയിൽ കായംകുളത്തും നെയ്യാറ്റിൻകരയിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ് നടക്കുകയാണ്. തീർച്ചയായിട്ടും വരണം. മാത്രമല്ല, എൻ്റെ പ്രാർത്ഥന ഡയറി, മൈ പ്രേയർ ഡയറി എന്ന പുസ്തകം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ആശിഷമാരി നടത്ത പുസ്തകം, വിന്നേഴ്സ് ഫാക്ടറി, വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകം, കൂടാതെ വേറെ പല ടൈറ്റിൽസും, ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ഞങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക, ഓൺലൈനായി കരസ്ഥമാക്കാം. മാത്രമല്ല, ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസിൽ വരുമ്പോൾ നിങ്ങൾക്കത് കരസ്ഥമാക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഫൈനലി, ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ഈ ബ്ലെസ്സിങ് ടുഡേ വാച്ച് ചെയ്യാൻ പറയുക. നാളെ നമുക്ക് വീണ്ടും കാണാം.